കൂട്ടുകാരെ, അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയ പരീക്ഷണമായിട്ട് തുടങ്ങാൻ പോവാം. നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ളൊരു സംഭവമാണ്. ഇത് തിരിച്ചറിയാത്തവരുണ്ടോ? 2 സെല്ലുകളാണ്. ഈ സെല്ലിൻ്റെ വോൾട്ടേജ് എത്രയാണെന്ന് അറിയോ? പറയാൻ പറ്റുമോ? യെസ്, 1.5 വോൾട്ടാണ്. അപ്പോൾ 2 സെല്ലുണ്ട്. ഇത് മൊത്തം 3 വോൾട്ടാണ്. അപ്പോൾ ഇത് പരിചയമില്ലാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടാവും. നമ്മുടെ LED എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ പരീക്ഷണം ചെയ്യുക ഈ കളറുള്ള LED വെച്ചിട്ടാണ്. അപ്പോൾ ഈ 3 വോൾട്ടുമ്പോൾ ഞാൻ LED ഒന്ന് പ്രകാശിപ്പിക്കാൻ പോകാം. നിങ്ങളെല്ലാവരും ചെയ്തിട്ടുള്ളതാണ്, നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളതാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. LED കണക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ LEDക്ക് ഒരു കാലിൻ്റെ അല്പം നീളം കൂടുതലുണ്ടാവും. നീളം കൂടുതൽ പ്രശ്നമുള്ളതല്ല, അതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് അതിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും കണക്ട് ചെയ്താൽ മാത്രമേ ഇത് കത്തുകയുള്ളൂ, അല്ലെങ്കിൽ പ്രകാശിക്കുകയുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് അറിയുന്നതാണെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കാം. LED പ്രകാശിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടാവും, ഇതിലിപ്പോൾ എന്താ ഇത്ര കാര്യം ഇരിക്കുന്നത്? ഇത് ആർക്കും അറിയാത്തത്, എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സമ്മതിച്ചു. ഇന്ന് എനിക്കുണ്ടായ സംഭവം, ഞാനിത് LED ഒക്കെ ഒരു 3 LED എനിക്ക് കിട്ടി. ആ 3 LED ഇതുപോലൊരു സെല്ലിൽ കണക്ട് ചെയ്തു. ഒരെണ്ണം ആദ്യം കണക്ട് ചെയ്തു, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നോക്കിയിട്ട് തന്നെ കണക്ട് ചെയ്ത വഴി അതൊന്ന് പ്രകാശിച്ചു, കഴിഞ്ഞു. പിന്നെ പ്രകാശിച്ചില്ല. ഞാൻ വെച്ചാൽ എന്തോ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ഒരു LED കൂടി വെച്ച് നോക്കി. അതും അതുപോലെ തന്നെ ഒറ്റ പ്രാവശ്യം പ്രകാശിച്ചു. അതോടുകൂടെ അത് ഫ്യൂസായി പോയി. ഇനി എൻ്റെ കയ്യിൽ ഈ ഒരു LED മാത്രമേ ഉള്ളൂ. പലർക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിൽ ഈ സെല്ലിലെ LED പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അതിനെന്തെങ്കിലും പോവഴി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഇതിൽ LED പ്രവർത്തിപ്പിച്ചിട്ടുണ്ടോ? ഓ, ചെയ്തിട്ടുണ്ട്. ഗുഡ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാലോ? എന്തെങ്കിലും കണക്ട് ചെയ്യണോ? എന്ത് കണക്ട് ചെയ്യണം? എന്തുമായിട്ട് കണക്ട് ചെയ്യണം? ഓ, എന്താ സംഭവം? വരയുള്ളോ? എന്താ വരയുള്ള സംഭവം? എന്താ വരകളുള്ള ഒരു ചെറിയ സാധനം? അതെന്തായിരിക്കും? റെസിസ്റ്റൻസ് എന്ന സംഭവമായിരിക്കും അല്ലേ? അങ്ങനെയാണോ കേട്ടുള്ളത്? റെസിസ്റ്റൻസ്, അതായത് നമ്മൾ മലയാളത്തിൽ പ്രതിരോധകം എന്ന് പറയുന്ന സംഭവം. പറഞ്ഞ് ശരിയാ. വരയൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ. നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ തുറന്നു നോക്കിയാൽ ആ ബോർഡിൽ അതുപോലത്തെ സംഭവം കാണാം. ഇതാണ് അവർ ഉദ്ദേശിച്ച സംഭവം. കൂട്ടുകാരൊക്കെ ചെയ്തിട്ടുള്ള പരീക്ഷണത്തിൽ വന്നിട്ടുള്ള ആ ഒരു ഘടകമാണ് ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധകം. അപ്പം ഇനി പ്രതിരോധകം വെച്ചിട്ട് LED കത്തിച്ച വിധം ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? ശരി, ഇത് ബന്ധിപ്പിക്കണം. എങ്ങനെ ബന്ധിപ്പിക്കണം? ഒരു കാലുമേലേക്ക് ഒരു LEDയുടെ ലെഗിലേക്ക് ഇതിൻ്റെ ഒരു ലെഗ് പിടിപ്പിക്കണം. ശരി, ഞാൻ പിടിപ്പിക്കാൻ പോവാം. പിടിപ്പിച്ചു. ഇനി ഇത് സർക്യൂട്ടിൽ വെക്കണമെന്നാണ് പറയുന്നത് അല്ലേ? ചെയ്ത് നോക്കാം. പിന്നെ എനിക്കുണ്ടായ അനുഭവം വീണ്ടും ഉണ്ടാവും നോക്കട്ടെ. അതോ LED പ്രകാശിക്കുമോ നോക്കണം. സെല്ലിന്റെ അടുത്ത അറ്റം കറക്റ്റ് പ്രകാശിച്ചു. അപ്പൊ 2 സംഭവം വേണ്ടി വന്നു. LED പ്രകാശിക്കാൻ LEDയുടെ കൂടെ ഒരു സംഗതി കൂടി വെച്ചു നമ്മൾ. പിന്നെ നമ്മൾ പറഞ്ഞു, അത് പ്രതിരോധകം എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്. ഇപ്പം LED പ്രകാശിപ്പിച്ചു. ഈ 2 LEDയും എൻ്റെ ഈ ഒറ്റ പ്രതിരോധം ഇല്ലാത്തതുകൊണ്ടാണ് വേസ്റ്റ് ആയതെന്നപ്പോൾ എനിക്ക് മനസ്സിലായി. കൂട്ടുകാരിത് ചെയ്തതുകൊണ്ട് കൂട്ടുകാർക്ക് മനസ്സിലായി. പക്ഷെ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിണ്ടാവില്ല അല്ലേ? പ്രതിരോധകം വെച്ചു, LED എത്തി, സെല്ല് വെച്ചു. ഈ 3 വോൾട്ടിൻ്റെ സെല്ല് വെച്ചപ്പോൾ ഈ പ്രതിരോധത്തിൻ്റെ ആവശ്യമില്ല, നേരിട്ട് LED കത്തിക്കാൻ പറ്റി. അപ്പോൾ എന്താണ് ഈ പ്രതിരോധകത്തിൻ്റെ ആവശ്യം? എങ്ങനെയാണ് നമ്മൾ ഈ പ്രതിരോധകം ഘടിപ്പിച്ചത്? പ്രതിരോധം ഘടിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ സർക്യൂട്ടിൻ്റെ ചിത്രം ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ ഒരു പ്രതിരോധകമുണ്ട്, ഇവിടെ ഒരു LED ഉണ്ട്, 9 വോൾട്ടിൻ്റെ ഒരു സെല്ലുണ്ട്. അതാണ് ഞാൻ വരയ്ക്കുന്നത്. 9 വോൾട്ട് സെല്ല്. പ്രതിരോധത്തിന് നമ്മൾ പഠിച്ചിട്ടുള്ള അക്ഷരവേദ R. റെസിസ്റ്റൻസ് മലയാളത്തിൽ പ്രതിരോധം എന്ന് പറയും, R ആണ്. ഇത് നമ്മുടെ LED ആണ്.
ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് വൈദ്യുത ഉപകരണം പ്രവർത്തിക്കുമ്പോഴും അതിലൊരു പ്രതിരോധകം ഉണ്ടാവും. ആ പ്രതിരോധം നമുക്ക് ഇവിടെ LED ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ LED എന്ന് എഴുതിയതിന് പകരം നമുക്ക് അതിനെ മറ്റൊരു പ്രതിരോധകമായി കണ്ടുകൂടെ? അപ്പൊ ഇവിടെ R1 എന്ന ഒരു പ്രതിരോധകവും ആ വരെയുള്ള സംഭവം, R2 എന്ന LED ആ ലൈറ്റിന് പകരം നമ്മളിപ്പോൾ പരിഗണിക്കുന്ന പ്രതിരോധകവും, ഈ രണ്ട് പ്രതിരോധകങ്ങളും എങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഈ ഘടിപ്പിച്ചിരിക്കുന്ന രീതിക്ക് നമ്മളൊരു പേര് പറയും. ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് ഘടിപ്പിച്ചത്. ആദ്യം ഒരു പ്രതിരോധകം വെച്ചു, അതിൻ്റെ അറ്റത്ത് LED വെച്ചു, അതിൻ്റെ അറ്റത്തേക്ക് സെല്ല് കൊടുത്തു. അപ്പോൾ ഈ രണ്ട് അഗ്രങ്ങളിലാണ് നമ്മൾ സെല്ല് കൊടുത്തത്. ഈ രണ്ട് അഗ്രങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വെച്ചു എന്ന് പറഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായി. ഈ രീതിയെ പറയുന്ന പേരാണ്, പ്രതിരോധകങ്ങൾ ക്രമീകരിക്കുന്ന രീതി ശ്രേണി രീതി എന്ന് പറയും. ശ്രേണി രീതിയിലുള്ള പ്രതിരോധകങ്ങളുടെ ക്രമീകരണമാണ് നമ്മളിവിടെ ചിത്രീകരിച്ചത്. ഇനി ഈ ശ്രേണി രീതിയിലുള്ള ക്രമീകരണത്തിന്റെ സവിശേഷതകളാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കണ്ടു R1, R2. ഇനി 9 വോൾട്ട് എന്ന് പറഞ്ഞാൽ വെറും വോൾട്ട് എന്ന V മാത്രമേ എഴുതുന്നുള്ളൂ. ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം അത് തരുന്ന ഭാഗം സെല്ലാണ്, നമുക്കറിയാം V. ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത പഠിക്കാനായിട്ട് തൽക്കാലം നമ്മുടെ LED-യെയും നമ്മൾ വെച്ച പ്രതിരോധത്തെയൊക്കെ മറക്കുക. പകരം രണ്ട് പ്രതിരോധകങ്ങളെ ശ്രേണിയിൽ ഘടിപ്പിച്ചിരിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ പോവാണ്. ഇങ്ങനെ ഘടിപ്പിച്ചാൽ നമുക്കറിയാം ഈ സെല്ലിൽ നിന്ന് ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാവും. ഈ വൈദ്യുത പ്രവാഹം നമ്മൾ സാധാരണ സൂചിപ്പിക്കുക വൈദ്യുത പ്രവാഹ തീവ്രത I, യൂണിറ്റ് ആംപിയർ, വോൾട്ട്. ഇതിന്റെ യൂണിറ്റ് ഓർമ്മയുണ്ടോ? പ്രതിരോധകത്തിന്റെ യൂണിറ്റ്. പ്രതിരോധകത്തിന് ആ കഴിവിനെ പറയുന്ന പ്രതിരോധം എന്ന് പറയും. പ്രതിരോധത്തിന്റെ യൂണിറ്റ്, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഒമേഗ അല്ലെങ്കിൽ ഓം എന്ന് നമ്മൾ സൂചിപ്പിക്കും. അപ്പോൾ R1 ഓം, R2 ഓം, കറണ്ട് I ആംപിയർ, വോൾട്ടേജ് V. ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയാം. ഇനി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു പുതിയ ഭാഗം, ഈ R1ഉം R2ഉം സർക്യൂട്ടിൽ ഉള്ളത് കൊണ്ട് ഈ R1ഉം R2വിന് പകരം എനിക്ക് വേറൊരു പ്രതിരോധം എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. പ്രതിരോധം തരുന്ന ഒരു പ്രതിരോധവും എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ അത് ഇവിടെ കണക്ട് ചെയ്യും ഈ സർക്യൂട്ടിൽ. ഈ രണ്ട് പ്രതിരോധകങ്ങൾക്ക് പകരം ഒരൊറ്റ പ്രതിരോധകം എൻ്റെ കയ്യിലുണ്ട്. അത് കണക്ട് ചെയ്യുമ്പോഴും ഈ സർക്യൂട്ടിൽ പോകുന്ന കറണ്ട് I ആംപിയർ തന്നെയാണ് എന്ന് വിചാരിക്കുക, അതിന് മാറ്റമില്ല. അങ്ങനെ നമ്മളൊരു പ്രതിരോധകത്തിനെ കണക്ട് ചെയ്താൽ ഈ പ്രതിരോധകം ഇതിന് തുല്യമായ ഒരു പ്രതിരോധകമായിട്ട് നമുക്ക് പരിഗണിച്ചുകൂടെ? അതിനെ പറയുന്ന പേരാണ് സഫല, ഇംഗ്ലീഷിൽ പറയും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയും. സഫല പ്രതിരോധം, ഇതിന്റെ ഫലമായി ഉണ്ടായ പ്രതിരോധമാണ് R. അപ്പൊ നമുക്ക് R1, R2 എന്നതിന് പകരം വേണമെങ്കിൽ R ഘടിപ്പിക്കാം, അല്ലെങ്കിൽ R-ന് പകരം R1, R2വിനെ പരിഗണിക്കാം. തിരിച്ചു വരാം. നമുക്ക് R1, R2വിലൂടെ തന്നെയാണ് ഇപ്പൊ കറണ്ട് പോകുന്നത്. R1 ഞാൻ സഫല പ്രതിരോധം പറയാൻ വേണ്ടി മാത്രം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ സഫല പ്രതിരോധം R ആയാലും R1, R2 ആയാലും സർക്യൂട്ടിലെ കറണ്ട് എത്രയാണെന്നാ പറഞ്ഞത്? I ആംപിയർ ആണ്. അപ്പൊ ഈ I ആംപിയർ കറണ്ട് ഈ സർക്യൂട്ടിൽ എവിടെ വന്നാലും I ആംപിയർ ആയിരിക്കും. ഇവിടെ ഒരു നമ്മൾ കറണ്ട് എങ്ങനെ കറണ്ട് അളക്കുന്ന ഉപകരണം അറിയൂ? യെസ്, അമ്മീറ്റർ എന്ന് പറയും. അപ്പൊ ഈ അമ്മീറ്ററിനെ എങ്ങനെ ഘടിപ്പിക്കാം സർക്യൂട്ടില്? ശ്രേണിയായിട്ടാണ്. ശ്രേണിയായിട്ട് ഘടിപ്പിച്ചു. ഇവിടെ ഘടിപ്പിച്ചാലും, ഇനി ഇവിടെയാണ് ഘടിപ്പിക്കുന്നതെന്ന് വിചാരിക്കാം, ഇവിടെ ഘടിപ്പിച്ചാലും, ഇനി ഒരാൾക്ക് ഇവിടെ ഘടിപ്പിക്കണമെന്ന് തോന്നി വിചാരിക്കാം, ഇവിടെ ഘടിപ്പിച്ചാലും എവിടെ ഘടിപ്പിച്ചാലും അതിൽ കാണിക്കുന്നത് I ആംപിയർ എന്നായിരിക്കും. ഇത് ഈ സർക്യൂട്ടിന്റെ ഒരു സവിശേഷതയാണ്. ഇനി നമുക്കറിയാം പ്രതിരോധകം എന്ന് പറയുന്നത് ഒരു വസ്തു വൈദ്യുതിയെ തടസ്സപ്പെടുത്തുന്നതാണ്. നമുക്ക് ലൈഫ് തന്നെയാണ് ഈ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ തന്നെ എടുത്താൽ മതി. നിങ്ങൾ ക്ലാസ്സിലെ കുട്ടികളോട് ഗ്രൗണ്ടിലൂടെ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു, ഒരു പ്രോജക്റ്റ് വർക്കിന് വേണ്ടി പോകാൻ പറയാണ്. നമ്മളെല്ലാവരും വരിയായിട്ട് പോവാണ്. അപ്പോൾ പോകുന്നവിടെ ഒരു ഡ്രെയിനേജ് സ്ലാബ് പൊളിഞ്ഞ് എടുക്കുകയാണ്. നിങ്ങൾ ഈ പോകുന്ന പോലെ വരിയായിട്ട് പോകാൻ കഴിയുമോ? ആ ഡ്രെയിനേജിൻ്റെ അവിടെ എത്തുമ്പോൾ ചാടാൻ പറ്റില്ല, ഇവിടെ നിന്നു, കുറേ ആൾക്കാർ നിന്നു.
നിന്നാൽ മതിയോ, പോണ്ടേ? അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ ചാടി. ആ ചാടി ആ ഡ്രെയിനേജ് കവർ ചെയ്ത് പോകും. പക്ഷേ കവർ ചെയ്ത് പോകുന്നതിന് മുമ്പ് ഈ ഡ്രെയിനേജിൻ്റെ അല്ലെങ്കിൽ ആ തോടിൻ്റെ വക്കിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്ന ആ പോക്കിനെ ആ തോട് തടസ്സപ്പെടുത്തിയതാണ്. ആ തോടിനെ നമുക്ക് എന്തായിട്ട് പറയാം? പ്രതിരോധകമായിട്ട് പറയാം. അല്ലെങ്കിൽ പ്രതിരോധകം നമ്മുടെ ഒഴുക്കിനെ ഒന്ന് തടഞ്ഞു എന്നർത്ഥം. ഇങ്ങനെ ചെറിയ തോടാണെങ്കിൽ വലിയ തടസ്സമൊന്നും ഉണ്ടാവില്ല, ഒന്ന് നോക്കിയിട്ട് ചാടി നമ്മൾ പോകും. അതിലും വലിയൊരു തോടാണെങ്കിലോ ചാടുന്ന ആൾക്കാരുടെ എണ്ണം കുറേ കൂടും. കുറച്ച് ആൾക്കാരെ ചാടുള്ളൂ, കൂടുതൽ ആൾക്കാരോട് കൂടി നിൽക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഈ തോടിൻ്റെ അല്ലെങ്കിൽ പ്രതിരോധകത്തിൻ്റെ അളവിനനുസരിച്ച് വ്യത്യാസപ്പെടും. വലിയ തടസ്സമാണെങ്കിൽ കുറേ ആളുകൾ നിൽക്കും, കുറച്ച് ചെറിയ തടസ്സമാണെങ്കിൽ കുറച്ച് ആളുകളെ നിൽക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ R1 R2 ഇവ വ്യത്യസ്ത അളവുകളിലായാൽ അതിൻ്റെ അഗ്രങ്ങളിൽ ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം, ഞാൻ ഇതിനെ V1 എന്ന് പറയാം, ഇവിടെ V2 എന്ന് പറയാം. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്ന ഉപകരണങ്ങളാണ് വോൾട്ട് മീറ്റർ. അത് ഇതിൻ്റെ അഗ്രങ്ങളിലാണ് ഘടിപ്പിക്കുക. അമ്മീറ്ററിലൂടെ കറണ്ട് കടന്നു പോകണം എന്നുള്ള രീതിയിലാണ് ഘടിപ്പിക്കുക. അപ്പോൾ നമ്മളിവിടെ R1 കൂടെ കറണ്ട് കടന്നുപോയി, R2 കൂടെ കടന്നുപോയി. R1 അഗ്രങ്ങളിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായി, R2 അഗ്രങ്ങളിലും ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായി. ഇനി ഈ R1 R2 അഗ്രങ്ങളിലെ പൊട്ടൻഷ്യൽ വ്യത്യാസങ്ങൾ എവിടെ നിന്നാണ് മൊത്തമായി പൊട്ടൻഷ്യൽ വ്യത്യാസം വരുന്നത്? വിയിൽ നിന്ന്. സെല്ലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും V1 പ്ലസ് V2 എന്നത് ഈ V ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ V സമം V1 പ്ലസ് V2 എന്ന് എഴുതാം. ഇനി നമ്മളൊരു നിയമം പഠിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ വർഷം, ഒരു ട്രയാങ്കിളൊക്കെ വരച്ചു. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഓം നിയമം. ഓം നിയമം അനുസരിച്ച് VIR എന്നാണ് ഓം നിയമത്തിൻ്റെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന മാജിക് ട്രയാങ്കിൾ നമ്മൾ പരിചയപ്പെട്ടതാണ് അന്ന്. അതനുസരിച്ച് V എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ്, ഇതിലെ പോകുന്ന മൊത്തം കറണ്ട് I ആണെന്ന് നമ്മൾ കണ്ടു. എങ്കിൽ ഈ R ആണ് R1 നും R2 നും തുല്യമായ ഒരു പ്രതിരോധം എന്ന് പറഞ്ഞ പേരാണ് സഫല പ്രതിരോധം. എങ്കിൽ നമുക്ക് പറയാം സർക്യൂട്ടിലുള്ള വിയും ഐയും ആർ എന്നുള്ള ബന്ധം എന്താണ്? V സമം IR. അപ്പൊ ഇവിടെ IR എന്ന് പറയാം. ഇവിടെ R സഫല പ്രതിരോധമാണ്, V സെല്ലിന്റെ വോൾട്ട് ആണ്, I സർക്യൂട്ടിലെ കറണ്ട് ആണ്, അത് സ്ഥിരമാണ്. ഇസ് ഈക്വൽ ടു V1. ഇത് R1 എന്ന് പറയുന്ന പ്രതിരോധത്തിന്റെ അഗ്രങ്ങളിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? V1 VIR ഇതുപോലെ I കോമൺ ആയതുകൊണ്ട് IR1 എന്ന് എഴുതാം. പ്ലസ് R2 ഇവിടെ ഉണ്ട്, I ഇവിടെ ഉണ്ട്, V2 വില എഴുതി കൂടെ IR2. IR is equal to IR1 plus IR2 നമുക്കറിയാം മാത്തമാറ്റിക്കലി I കോമൺ ആണ്. അപ്പോൾ I ബ്രാക്കറ്റ് R1 പ്ലസ് R2. IR is equal to IR1 plus R2 I രണ്ട് വശത്തുണ്ട്. ഈക്വൽ ടുന്റെ സമത്തിന്റെ രണ്ട് വശത്തും I ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? R is equal to R1 plus R2. രണ്ട് പ്രതിരോധകങ്ങളെ ഏത് രീതിയിലാണ് നമ്മൾ പറഞ്ഞത്? ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫലമായി കിട്ടുന്ന ആ പ്രതിരോധം R സമം ഓരോ പ്രതിരോധകത്തിലെയും ഘടക പ്രതിരോധകങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇവിടെ 1 ഓം ഇവിടെ 2 ഓം എന്ന് പ്രതിരോധകങ്ങൾ കൊടുത്താൽ സഫല പ്രതിരോധം R is equal to 1 plus 2 3 ഓം ആയിരിക്കും. വളരെ ലളിതമായി പ്രതിരോധകങ്ങളെ ഘടിപ്പിക്കുന്ന ഒരു രീതിയാണ് ശ്രേണി രീതി. ഇനി ഇതിന്റെ സവിശേഷതകളിലേക്ക് നമുക്ക് പോകണം. അതിന്റെ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ കണ്ട ആ LED പരീക്ഷണത്തിലേക്ക് ഒന്ന് തിരിച്ചു വരണം. നമ്മൾ കണ്ട ഉദാഹരണത്തിൽ 2 പ്രതിരോധകങ്ങളാണ്. 1 ഓം പ്രതിരോധമുള്ള R1 പ്രതിരോധകവും 2 ഓം പ്രതിരോധമുള്ള R2 പ്രതിരോധകവും. ഇങ്ങനെ രണ്ടും ശ്രേണിയിൽ നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്നു 6 വോൾട്ട് സെല്ലുമായിട്ട്. എങ്കിൽ സർക്യൂട്ടിലെ കറണ്ട് എത്രയായിരിക്കും? പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാലോ. I is equal to
V/R. VR by സഫല പ്രതിരോധം, ഇതിന് രണ്ടിനും കൂടിയുള്ള പ്രതിരോധം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 3 ഓം is equal to 2 ആംപിയർ. ഈ 2 ആംപിയർ കറണ്ട് രണ്ട് പ്രതിരോധത്തിലും കടന്നുപോയി സർക്യൂട്ട് പൂർത്തിയാക്കുമ്പോൾ ഓരോ പ്രതിരോധത്തിന്റെയും അറ്റത്തുണ്ടാകുന്ന അഗ്രങ്ങളിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം V1 V2 നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ചെയ്ത അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ തത്വം. അപ്പോൾ ഇതിൽ വരുന്ന ഒരു ഓമിന്റെ വരുന്ന അഗ്രത്തിൽ വരുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ R1 2 ആംപിയർ ഇൻറ്റു 1 ഓം ഇസ് ഈക്വൽ ടു 2 വോൾട്ട്. ഇനി ഇവിടെ 2 ഓമും 2 ആംപിയറുമാണ്. അപ്പൊ 2 ഇൻറ്റു 2 4 വോൾട്ട്. നമുക്ക് 2 വോൾട്ടും 4 വോൾട്ടും കൂട്ടിയാൽ എത്ര കിട്ടും? V1 പ്ലസ് V2 ഇസ് ഈക്വൽ ടു 6 വോൾട്ട്. ഇതാണ് ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങൾ ഘടിപ്പിച്ചാൽ വോൾട്ടേജ് സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റ് ആവുന്ന ഏത് രീതിയിലായിരിക്കും? അവയുടെ ആകെ തുക നോക്കിയാൽ ഈ വോൾട്ടേജിന് തുല്യമായിരിക്കും. ഇനി നമ്മൾ നേരത്തെ കണ്ട ആ പരീക്ഷണത്തിൽ ആ LED കൂടി ഒരു പ്രതിരോധകം വെച്ചു. ആ LED വോൾട്ടേജ് നമുക്കറിയാം. അത് ഏറ്റവും സേഫായിട്ട് കത്തിയത് 3 വോൾട്ട് കൊടുത്തപ്പോഴാണ്. അപ്പൊ നമുക്ക് ഇവിടെ LED കാര്യത്തിൽ 9 വോൾട്ടാണ് നമ്മൾ കൊടുത്ത വോൾട്ടേജ്. ഇവിടെ നമുക്ക് 3 വോൾട്ട് വേണം എങ്കിൽ ഈ പ്രതിരോധത്തിന്റെ അറ്റത്ത് R1 എന്ന് പറയുന്നത് നമ്മൾ വെച്ച പ്രതിരോധത്തിന്റെ അറ്റത്ത് എത്ര വോൾട്ട് ലഭ്യമാകണം? ഇവിടെ 3 വോൾട്ട് വേണം. ആകെ 9 വോൾട്ട് ഉണ്ട്. ഇപ്പൊ ഇവിടെ എത്ര വേണം? 6 വോൾട്ട്. ഈ 6 വോൾട്ട് ഇനി ഈ LED താങ്ങാവുന്ന ഒരു കറണ്ട് വേണം. ഈ കറണ്ട് കൊടുത്താലേ ഈ 3 വോൾട്ടിൽ അത് പ്രവർത്തിക്കുള്ളൂ. കൂടുതൽ കറണ്ട് ആയാൽ LED അടിച്ചു പോയതാണ് നമ്മൾ കണ്ടത്. ഈ 9 വോൾട്ടിൽ നേരിട്ട് കൊടുത്തപ്പോൾ ആ കറണ്ട് 20 മില്ലി ആംപിയർ ആണ്. മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ എത്രയാ? ആംപിയറിന്റെ 1/1000 ആണ്. 1/10⁻³ എന്ന് പറഞ്ഞാൽ 20 മില്ലി ആംപിയറിന് നമുക്ക് എന്ത് പറയാം? 0.02 ആംപിയർ ആണ്. 0.02 ആംപിയറും 6 വോൾട്ടും കിട്ടാവുന്ന രീതിയിൽ ഒരു പ്രതിരോധകം ഇവിടെ ഘടിപ്പിച്ചാൽ നമ്മുടെ LED സേഫ് ആണ്. അപ്പൊ ഈ പ്രതിരോധത്തിന്റെ വില കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ. തോന്നിയ പ്രതിരോധം വെച്ചാൽ പോരാ, അതിന് കറക്റ്റായുള്ള പ്രതിരോധം വെക്കണം. അത് എത്രയായിരിക്കും? നമ്മുടെ ഓം നിയമത്തിൽ നിന്ന് R is equal to കണ്ടുപിടിക്കണം. R is equal to V/I. V ഇവിടെ ഉണ്ട്. 6 വോൾട്ട് ബൈ 0.02 ആംപിയർ. ഇതാണ് നമുക്ക് ആവശ്യമുള്ള R, അല്ലെങ്കിൽ ഇവിടുത്തെ R1 പകരമുള്ള പ്രതിരോധം. എത്രയാണത്? 6/0.02. 0.02 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? 2 ദശാംശം മാറ്റണമെങ്കിൽ 2 0 ഉള്ള 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 2 ആയി. ഇസ് ഈക്വൽ ടു 300 ഓം. ഈ 300 ഓം ഇവിടെ ഘടിപ്പിച്ചാൽ നമ്മുടെ സർക്യൂട്ടിൽ ഈ LED 9 വോൾട്ടിലും പ്രവർത്തിക്കും. 9 വോൾട്ടിന് പകരം കൂടുതൽ വോൾട്ട് ആയാലോ ചെയ്ത് നോക്കണം. 3 വോൾട്ടിന് മാറ്റമില്ലാതെ 12 വോൾട്ട് വെച്ച് എത്ര പ്രതിരോധകം, എത്ര വിലയുള്ള, എത്ര ഓം പ്രതിരോധകം ഇവിടെ വെക്കണം എന്നുള്ളത് അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ കണ്ടുപിടിച്ച 300 ഓം എങ്ങനെ കണ്ടുപിടിച്ചോ അതുപോലെ നമുക്ക് 9 വോൾട്ടിന് പകരം 12 വോൾട്ട് ആയിരുന്നുവെങ്കിൽ ഇതിന്റെ വില എത്രയായിരിക്കണം, ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എത്രയായിരിക്കണം എന്ന് അസൈൻമെന്റ് ആയിട്ട് കണ്ടുപിടിക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ പരീക്ഷണവും അതിൽ നിന്ന് ശ്രേണി രീതിയും, ശ്രേണിയിൽ സഫല പ്രതിരോധം കാണുന്ന രീതിയും, വോൾട്ടേജ് കണക്കാക്കുന്ന രീതിയും, പ്രതിരോധം കണക്കാക്കുന്ന രീതിയും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കൂടുതൽ ഇതിന്റെ ഗണിത പ്രശ്നങ്ങളും മറ്റ് ആപ്ലിക്കേഷനുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.